സോ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഒരു ക്വസ്റ്റ്യനേ ഞാൻ ചെയ്യുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്യണം. എല്ലാം സിമിലറാണ്. ജസ്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി പഴയ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ പല പല വെറൈറ്റീസ് ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കാം. സോ ക്വസ്റ്റ്യൻ വരാം. എ ബൂട്ട് സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ ആൻ എയർപ്ലെയിൻ ഫോർ 15 TR കപ്പാസിറ്റി. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുണ്ട് 15 TR. ടൺ ഓഫ് റെഫ്രിജറേഷനിലാണ് തന്നേക്കുക. അതിനെ കിലോ വാട്ടിലേക്ക് കൊണ്ടുവരാൻ മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3.9. അത്രയും കിലോ വാട്ട് അല്ലെങ്കിൽ അത്രയും കിലോ ജൂൾസ് പെർ സെക്കൻഡ് ഹീറ്റാണ് എൻ്റെ റെഫ്രിജറേഷൻ നടക്കുക. എൻ്റെ അത്രയും കിലോ ജൂൾസ് ആ എയർക്രാഫ്റ്റിൽ നിന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതാണ് 15 TR കപ്പാസിറ്റി എന്ന് കാണിച്ചേക്കുക. Ambient air and temperature, it is given 0.85 bar and 20 degree Celsius. So ആയി തന്നേക്കുന്നത് നമ്മുടെ ആംബിയൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. 1 എന്നുള്ള പോയിൻറ്റിൻ്റെ പ്രഷർ തന്നിട്ടുണ്ട് 0.85 bar. Temperature is also given 20 degree Celsius. So initially converted to Kelvin. So 293 Kelvin ആണ് ഫസ്റ്റ് പോയിൻറ്റിലെ ടെമ്പറേച്ചർ. ഓക്കെ, എന്നിട്ട് അടുത്ത പറയാം. ദ പ്രഷർ ഓഫ് എയർ റൈസസ് ഫ്രം 0.85 bar to 1 bar ഡ്യൂ ടു റാമിംഗ് ആക്ഷൻ. അതായത് 0.85 ബാറിൽ നിന്നും 2 എന്നുള്ള പോയിന്റ് റാമിംഗ് പ്രോസസ്സാണ് 1 to 2 റെപ്രസെൻറ്റ് ചെയ്യുക. ആഫ്റ്റർ റാമിംഗ് ദ പ്രഷർ ബിക്കംസ് 1 bar. സോ P1 0.85 ബാറിൽ നിന്നും P2 1 ബാറിലേക്ക് എൻ്റെ പ്രഷർ ഇൻക്രീസ് ആയി. പിന്നീട് ദ പ്രഷർ ഓഫ് എയർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ മെയിൻ കംപ്രസർ ഈസ് 3 bar. അതായത് റാമിങ്ങിന് ശേഷം എനിക്ക് മെയിൻ കംപ്രസർ വന്നു 2 to 3 മെയിൻ കംപ്രസറാണ്. സോ P3 ആണ് തന്നേക്കുന്നത് 3 bar. സോ P3 is given as 3 bar. പിന്നീട് ഡിസ്ചാർജ് പ്രഷർ ഓഫ് എയർ ഫ്രം ദ സെക്കൻഡറി കംപ്രസർ ഈസ് 4.5 bar. എൻ്റെ സെക്കൻഡറി കംപ്രഷൻ വരുന്നത് എവിടെയായിരിക്കും? എൻ്റെ പ്രൈമറി കംപ്രസർ, അതിനുശേഷം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ, ആഫ്റ്റർ ദാറ്റ് അവർ secondary compressor. So 4 to 5 is our secondary compression. So 5 എന്നുള്ള പോയിന്റിൽ പ്രഷറാണ് തന്നേക്കുന്നത് 4.5 bar. So P5 is equal to 4.5 bar. ഈ P5 തന്നെ ആയിരിക്കും P5 സ്റ്റാർ അല്ലെങ്കിൽ P6. P3 തന്നെ ആയിരിക്കും P3 സ്റ്റാർ അല്ലെങ്കിൽ P4. പിന്നീട് ആണ് ചെക്ക് ചെയ്യുക. എഫിഷ്യൻസി ഓഫ് ഈച്ച് ഓഫ് ദ കംപ്രസർ ഈസ് 85% and that of the turbine is 90%. അതിൻ്റെ 0.2 to 3 എന്നുള്ളതും 4 to 5 എന്നുള്ളതും 6 to 7 എന്നുള്ളതും ഐഡിയൽ അല്ല. എഫിഷ്യൻസി ഉണ്ട്, അത് 100% അല്ല, പകരം വാല്യൂ ലെസ് ദാൻ 100 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് 2 to 3 എന്നുള്ളത് സ്ട്രേറ്റ് ലൈൻ ആവില്ല, 4 to 5 എന്നുള്ളതും സ്ട്രേറ്റ് ലൈൻ ആവില്ല, 6 to 7 എന്നുള്ളതും സ്ട്രേറ്റ് ലൈൻ ആവില്ല, പകരം ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും. അതാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ വഴി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. വൈ? ബിക്കോസ് ഡ്യൂ ടു ദ എഫിഷ്യൻസി ഓഫ് അവർ ടർബൈൻ ആൻഡ് കംപ്രസർ. അത് 85% കംപ്രസറിനും 90% ടർബൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 75% ഓഫ് ദ ഹീറ്റ് കണ്ടൻറ്റ് ഓഫ് ദ എയർ ഡിസ്ചാർജ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ 1. 75% ഹീറ്റ് മാത്രമാണ് എൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ചർ 1-ൽ നിന്നും റിമൂവ് ചെയ്തത്. എൻ്റെ എത്രത്തോളം ഹീറ്റ് എൻ്റെ കയ്യിലുണ്ടോ കളയാൻ, അതിൻ്റെ 75% മാത്രമേ ഞാൻ എൻ്റെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, അതായത് 3 to 4 എന്നുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എൻ്റെ 75% ഹീറ്റ് കണ്ടൻറ്റ് മാത്രമേ ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നത് 30% ഓഫ് ദ ഹീറ്റ് ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം ദ ഓക്സിലറി കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ 2. അതായത് 5 to 6 ആണ് നമ്മുടെ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ എത്രത്തോളം ഹീറ്റ് എൻ്റെ കയ്യിലുണ്ടോ അതിൻ്റെ 30% മാത്രമേ ഞാൻ അവിടെ റിമൂവ് ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസ്യൂമിങ് റാമിംഗ് ആക്ഷൻ ടു ബി ഐസെൻട്രോപ്പിക്. എൻ്റെ റാമിംഗ് ഐസെൻട്രോപ്പിക് ആണ്. സോ 1 to 2 വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. 1 to 2 ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടായിരിക്കുകയില്ല. ആൻഡ് അസ്യൂമിങ് റാമിംഗ് ആക്ഷൻ ടു ബി ഐസെൻട്രോപ്പിക്, ദ റിക്വയർഡ് ക്യാബിൻ പ്രഷർ ടു ബി 0.9 bar. നമുക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ട പ്രഷർ, അതായത് ക്യാബിൻ്റെ അകത്തെ പ്രഷറാണ് P7 അല്ലെങ്കിൽ P7 സ്റ്റാർ അല്ലെങ്കിൽ P8. അത് 0.9 bar ആണ്. ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിങ് ദ ക്യാബിൻ ടു ബി നോട്ട് മോർ ദാൻ 20 degree Celsius. അതിൻ്റെ ക്യാബിൻ ടെമ്പറേച്ചറിൻ്റെ മാക്സിമം വാല്യൂ 20 degree
പാടുള്ളൂ. സോ T8ൻ്റെ വാല്യൂ ആണ് 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 293 കെൽവിൻ. സോ നമുക്ക് തന്നേക്കുന്ന എല്ലാ പ്രഷറും തന്നിട്ടുണ്ട്. 3 to 4 ഹീറ്റ് കണ്ടന്റ് എത്ര പോയി എന്നുള്ളതും 5 to 6 എന്നുള്ള ഹീറ്റ് എത്ര പോയി എന്നുള്ളതും തന്നിട്ടുണ്ട്. T8 ടെമ്പറേച്ചറും T1 ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ TS ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ തന്നേക്കുന്നു എന്നുള്ളത് എഴുതി വെക്കുക. സോ നമുക്കറിയാം T1ഉം T8ഉം അറിയാം 28 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 293 കെൽവിൻ. കയറുന്ന പ്രഷർ 0.85 ബാർ. അതിന് റാമിങ് കഴിയുമ്പോൾ 1 ബാർ. പ്രൈമറി കംപ്രഷൻ അല്ലെങ്കിൽ മെയിൻ കംപ്രഷൻ കഴിയുമ്പോൾ 3 ബാറാണ്. സെക്കൻഡറി കംപ്രഷൻ കഴിയുമ്പോൾ 4.5 ബാർ. അതുപോലെ നമ്മുടെ ക്യാബിൻ പ്രഷർ 0.9 ബാർ. നമുക്ക് രണ്ട് എഫിഷ്യൻസി കംപ്രസറിൻ്റെ തന്നിട്ടുണ്ട് 85%, ടർബൈൻ്റെ എഫിഷ്യൻസി 90%, ഗാമ 1.4. CPയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1 കിലോ ജൂൾസ് പെർ കിലോഗ്രാം രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. സോ 1 കിലോ ജൂൾ പെർ കിലോഗ്രാം 1.005 ആണ്. പക്ഷെ നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒന്ന് പോസ് ചെയ്ത് പുറകോട്ടേക്ക് പോയി നമ്മുടെ TS ഡയഗ്രാം ഫുള്ള് കംപ്ലീറ്റ് വരയ്ക്കാൻ നോക്കുക. എന്നിട്ട് അതോടൊപ്പം മാത്രം ഈ വീഡിയോ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് TS ഡയഗ്രാം ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ പേപ്പറിലുണ്ടെങ്കിൽ ആ ഡയഗ്രാം കാണാൻ പറ്റും. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ. സോ നമ്മൾ ഏറ്റവും ബേസിക്കലി നമ്മളൊരു പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യുന്നത് നമുക്ക് ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിച്ചേ തീരുള്ളൂ ഏതൊരു പോയിന്റിലാണെങ്കിലും. കാരണം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ തേർമൽ എഞ്ചിനീയറിംഗായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണ് റെഫ്രിജറേഷൻ. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കളിയാണ്. സോ ടെമ്പറേച്ചർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ പോയിന്റിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ എൻതാൽപ്പി ഇപ്പോൾ ഉപകാരം വരില്ല, പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എൻതാൽപ്പി ആയിരിക്കും. സോ ഈ എൻതാൽപ്പി ബേസിക്കലി കിട്ടണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചേഴ്സ് അറിയണം. സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു when we attack a problem is find the temperatures at all salient points. If the pressure is unknown, find pressure also. Pressure ഉണ്ടെങ്കിൽ നമുക്ക് PT റിലേഷൻസ് ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ our first aim is to find all the temperatures, all the pressures of all the salient points. Okay. So first കേസിൽ നമുക്ക് T2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ T2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തറിയാം, T2 1 to 2 എന്നുള്ള പ്രോസസ്സ് ചെക്ക് ചെയ്യുക. സോ 1 to 2 പ്രോസസ് ഈസ് ഐസെൻട്രോപിക് പ്രോസസ്. സോ PT റിലേഷൻസ് നമുക്ക് ഈ കേസിൽ അറിയാവുന്നതാണ്. അതായത് T1 നമുക്കറിയാം, T2 അറിയില്ല, P1 അറിയാം, P2 അറിയാം. സോ ഫസ്റ്റ് തിങ് ഈസ് ഫൈൻഡ് T2 യൂസിങ് ദ PT റിലേഷൻസ് ബിറ്റ്വീൻ 1 and 2. അതാണ് T2/T1 ഈക്വൽ ടു P2/P1 റേസ്ഡ് ഗാമ മൈനസ് 1/ഗാമ. അങ്ങനെ നമുക്ക് T2 കിട്ടും 306 Kelvin. So once we have find T2, we can easily find T3. Why? Because T2 to 3 is an isentropic process. 2 to 3 is an isentropic process. So again we can substitute our PT relations for an isentropic process from 2 to 3. So again the equations become T2 അല്ലെങ്കിൽ T3/T2 is equal to P3/P2 all raised to ഗാമ മൈനസ് 1/ഗാമ. അവിടെ വന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കിട്ടും തേർഡ് പോയിന്റിൽ. ദാറ്റ് വിൽ കം അറൗണ്ട് 420.3 Kelvin. സോ റൈറ്റ് നൗ വി ഹാവ് P1 T1, also P2 T2 and also P3 and T3. ഇത് നമുക്ക് ഐസെൻട്രോപിക് റിലേഷൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ കംപ്രസർ എഫിഷ്യൻറ്റ് 100% അല്ല. സോ എഫിഷ്യൻസി 90% ആണ്. സോ ഒബ്വിയസ്ലി ഇത് 2 to 3 എന്നുള്ള ലൈൻ ഐഡിയൽ കേസ് ആയിരിക്കും. ആക്ച്വൽ കേസ് ഇറ്റ് വിൽ ബി മോർ ദാൻ 3 സ്റ്റാർ, ഇറ്റ് വിൽ ബി മോർ ദാൻ 3. സോ നമുക്ക് ആ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ ദ ഐഡിയൽ കേസ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ ദ ആക്ച്വൽ കേസ്. ഒന്ന് നോക്കുക, ഐഡിയൽ കേസിലെ ലെങ്ത് കുറവാണ്, ആക്ച്വൽ കേസിൻ്റെ ലെങ്ത് കൂടുതലാണ്. സോ കുറവായിരിക്കും എപ്പോഴും ന്യൂമറേറ്ററിൽ വരിക. സോ 2 to 3 ആണ് ലീസ്റ്റ്. സോ T3 minus T2, difference between 2 to 3 whole divided by difference between 3 star and 2.
ആണ് നമ്മുടെ അടുത്ത റിലേഷൻസ്. ഐസെൻട്രോപിക് എഫിഷ്യൻസി തന്നിട്ടുള്ളത് കൊണ്ട് ആ ഇക്വേഷനിൽ ഫസ്റ്റ് കംപ്രസറിൻ്റെ എഫിഷ്യൻസി 0.8, അത് T3 മൈനസ് T2, ലീസ്റ്റിൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ ലാർജസ്റ്റിൻ്റെ ഡിഫറൻസ്, അവിടെ നമുക്ക് കിട്ടുന്നതാണ് T3 സ്റ്റാർ. സോ നമുക്കിപ്പോൾ 3 സ്റ്റാർ എന്നുള്ള പോയിന്റ് വരെ കിട്ടി. 1-ൽ നിന്നും 2 കണ്ടുപിടിച്ചു, 2-ൽ നിന്ന് 3 കണ്ടുപിടിച്ചു, ഐസെൻട്രോപിക് എഫിഷ്യൻസി ഉപയോഗിച്ചിട്ട് 3 സ്റ്റാറും കണ്ടുപിടിച്ചു. അതിന് ശേഷമാണ് നമുക്ക് നമ്മളെ കുഴപ്പിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചൂസ് ചെയ്യാൻ കാര്യം ഈ ഒരു ടോപ്പിക്കാണ്, ഒരു പോർഷനാണ്. അതായത് 75% ഓഫ് ദ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ എയർ ഡിസ്ചാർജ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ 1. അതായത് എൻ്റെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എൻ്റെ 3 സ്റ്റാറിൽ നിന്ന് ഇറങ്ങിയ ഹീറ്റിൻ്റെ 75% മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം 2-ൽ നിന്ന് 3 സ്റ്റാറിലേക്ക് എത്തി. അപ്പോൾ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടായി. ആ ടെമ്പറേച്ചർ റൈസ് എൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കയറിയപ്പോൾ 2-ൽ നിന്ന് 3 സ്റ്റാറിലേക്ക് എത്തിയ ആ ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ 75% മാത്രമേ പോയിട്ടുള്ളൂ. അതായത് ഒരു 25% ഹീറ്റ് അവിടെ റിമൈനിങ് ആണ്. അതായത് എൻ്റെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈ ടെമ്പറേച്ചർ T2 ടെമ്പറേച്ചർ, എനിക്കിവിടെ ലൈൻ വരയ്ക്കാൻ പറ്റുന്നില്ല, T2-ൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ 3-ൽ നിന്നും 4-ലേക്ക് എത്തി, അത് എക്സ്റ്റെൻഡായി ഈ ടെമ്പറേച്ചറിൽ വരുമ്പോൾ മാത്രമേ എനിക്കെന്ത് പറയാൻ പറ്റുള്ളൂ, എനിക്ക് 100% എഫക്റ്റീവ്നെസ്സിൽ ഞാൻ എൻ്റെ ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് T3-ൽ നിന്ന് 4 വരെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ 75% ഹീറ്റ് എക്സ്ട്രാക്റ്റ് ആയി. പക്ഷേ ഒരു 25% ഹീറ്റ് ഈ സ്റ്റിൽ റിമൈനിങ് ഇൻ ദ സിസ്റ്റം. അതാണ് തന്നേക്കുന്നത്. 75% ഓഫ് ദ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ എയർ ഡിസ്ചാർജ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ 1. ഓക്കെ, അതിനെ എങ്ങനെ ഒന്ന് ഫ്രെയിം ചെയ്യാമെന്ന് നോക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു തവണയും കൂടി ഞാനത് ഒന്ന് കാണിക്കാം. 1 സെക്കൻഡ്. ഇതിൻ്റെ P2-ൽ നിന്ന് ഞാൻ P3-ലേക്ക് കംപ്രസ് ചെയ്തു. സോ ആഫ്റ്റർ ദാറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചും വന്നിട്ടുണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നുവെങ്കിൽ എൻ്റെ 100% എഫക്റ്റീവ്നെസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നുവെങ്കിൽ എനിക്ക് 2-ൽ നിന്ന് 3-ലേക്കാണ് ഞാൻ കംപ്രസ് ചെയ്തത്. ഈ 4 എന്നുള്ളത് നേരെ T2-നോട് ഈക്വൽ ആകുമ്പോഴാണ് 100% എഫക്റ്റീവ്നെസ്സിൽ എനിക്ക് ചേഞ്ച്, ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ T2 ഷുഡ് ബി ഈക്വൽ ടു T4. അതായത് എൻ്റെ ഈ ഗ്രീൻ കർവ് ഇതിന് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഈ T4 T2 ആത്തുന്ന അപ്പോഴാണ് 100% ഹീറ്റ് റിമൂവ് ആയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. T2 ഷുഡ് ബി ഈക്വൽ ദാൻ T4. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ട്. ഈ T4 ടു T2 എന്നുള്ളത് ശരിക്കും റിമൈനിങ് ആണ്. അതായത് 75% ഹീറ്റ് മാത്രമേ എനിക്ക് കളയാൻ പറ്റുള്ളൂ, 25% ഹീറ്റും റിമൈനിങ് ആണ്. സോ നമുക്ക് മനസ്സിലാവും T4 മൈനസ് T2, ഈ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, 25% ഓഫ് 3 to 4 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഐഡിയൽ കേസ് 100% എഫക്റ്റീവ്നെസ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 4 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചറും 2 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. എൻ്റെ ഫുൾ എഫക്റ്റീവ് ആണ് എൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ചർ എങ്കിൽ. പക്ഷേ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് 75% മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ എന്ന്. സോ നമുക്ക് കുറച്ച് ഹീറ്റ് റിമൈനിങ് വരും. അതിനെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയാണ് അവർ നെക്സ്റ്റ് ടൈം. സോ this portion 75% of heat content of the air discharge from the main compressor is removed in heat exchanger 1. അത് നമുക്ക് ഫ്രെയിം ചെയ്യണം. അതാണ് നമുക്ക് 75% ഹീറ്റ് റിമൂവ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് T3 സ്റ്റാർ മൈനസ് T2, അതായത് T3 സ്റ്റാർ മൈനസ് T2-ൻ്റെ ബാക്കിയുള്ളത് 25%. T4 മൈനസ് T2-ൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ T3 സ്റ്റാർ മൈനസ് T2-ൻ്റെ
25% ബാക്കിയുള്ളത്. അങ്ങനെയാണ് നമുക്കതിനെ ഫ്രെയിം ചെയ്യുക. സോ T4 minus T2 is equal to 0.25 into T3 star minus T2. ഓക്കെ, 100% എഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഫുള്ള് 0.25 പകരം 1 എന്ന് വരും. 1 എന്ന് വരുമ്പോൾ T2 get cancelled. T4 and T3 star becomes same. നമുക്ക് 100% എഫക്റ്റീവ് ആണെങ്കിൽ 0 വരും. T4 and 0.25 ഒന്നും ബാക്കിയില്ല. 75% ആയതുകൊണ്ട് 0.25 വന്നു. 100% ആയിരുന്നെങ്കിൽ ഇവിടെ 0 വരും. സോ T4 and T2 becomes same. So that's how we frame this particular sentence. Okay, 75% heat is removed in heat exchanger 1. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേറൊരു രീതിയിലും നമുക്ക് ടെമ്പറേച്ചർ അറ്റ് ദ പോയിന്റ് 4 കണ്ടുപിടിക്കാൻ വകുപ്പില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ് ഈ ഒരു ഡാറ്റ. സോ ഈ ഡാറ്റ മാത്രം നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം ഫ്രെയിം ചെയ്യുമ്പോൾ. ഓക്കെ, സോ T4 minus T2 equal to 0.25 into T3 star minus T2. So from that we can find temperature at the point 4. Temperature at the point 4 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5 ഈസിലി കണ്ടുപിടിക്കാം ബൈ യൂസിങ് അവർ PT റിലേഷൻസ് ബിറ്റ്വീൻ 4 and 5. കാരണം നമ്മുടെ കംപ്രഷൻ 4 to 5 എന്നുള്ളത് ഐസെൻട്രോപ്പിക് ആണ്. സോ ഐസെൻട്രോപ്പിക് റിലേഷൻസ് ഉപയോഗിച്ചിട്ട് 4ലെ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് പ്രഷർ അറിയാം, 5ലെ പ്രഷർ അറിയാം. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് T5. ആൻഡ് ഫ്രം ദാറ്റ് സെക്കൻഡറി കംപ്രസറിൻ്റെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് 0.9. അതുകൊണ്ട് 5 എന്നുള്ള പോയിന്റും കിട്ടും, 5 സ്റ്റാർ എന്നുള്ള പോയിന്റും നമുക്ക് കിട്ടും. T5 സ്റ്റാറും കിട്ടി, T5ഉം കിട്ടി. അതിനുശേഷം പിന്നീടും പറയുന്നുണ്ട് 30% ഹീറ്റ് മാത്രം ഹീറ്റ് എക്സ്ചേഞ്ചർ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ T5 സ്റ്റാർ മൈനസ് T4, അതായത് 5 സ്റ്റാർ എന്നുള്ള പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക. ആ T5 സ്റ്റാറിൽ നിന്ന് T4 ഇത്രയും ടെമ്പറേച്ചർ റൈസ് നമുക്ക് കിട്ടി. T4ഉം T6ഉം സെയിം ആയിരിക്കണം. അപ്പോൾ T6 മൈനസ് T4 അത്രത്തോളം ബാക്കിയുണ്ട് എൻ്റെ കയ്യിൽ. സോ T6 മൈനസ് T4 ഈസ് ഈക്വൽ ടു നമുക്ക് 30% ഹീറ്റാണ് പോയത്, ബാക്കി നമ്മുടെ കയ്യിൽ 70% ഉണ്ട്. സോ T6 മൈനസ് T4 ഈസ് ഈക്വൽ ടു 0.7 into T5 star minus T4. So again we frame our equations relation. 30% heat remove I. So T6 minus T4 which is equal to 0.3 into T5 minus T4. ഇതിലും 1 ആണ് എഫിഷ്യൻസി എങ്കിൽ, എഫക്റ്റീവ്നെസ് എങ്കിൽ ഇവിടെ 0 വരും. സോ T6 becomes T4, 100% effective ആയിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ. So from that we found out T6. Once we have found the T6, it is easy to determine T7. Why? Because 6 to 7 is an isentropic process. Again the PT relations come to help us. So T6 അറിയാം, P6 അറിയാം. Okay, pressure അറിയാം at the point 7, but temperature is unknown. So again we can find T7 from the PT relations. T7 by T6 equal to P7 by P6 all raised to gamma minus 1 by gamma. So T7 also we obtain. പിന്നീട് ടർബൈൻ്റെ എഫിഷ്യൻസി വന്നിട്ടുണ്ട് 100% അല്ല എന്നുള്ളത്. സോ എഫിഷ്യൻസി ഈസ് 90%, അതാണ് തന്നിരിക്കുന്നത്. സോ അഗെയിൻ വി ഫ്രെയിം ദ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ. വൺ സെക്കൻഡ്, സോ നമുക്ക് ടർബൈൻ്റെ എഫിഷ്യൻസി അറിയാം 0.9 ആണെന്നുള്ളത്. നോക്കുക, മുമ്പേ നമ്മൾ T6 മൈനസ് T7 താഴെ T6 മൈനസ് T7 സ്റ്റാർ, അതിൻ്റെ അകത്ത് നമ്മൾ ഐഡിയൽ കേസ് താഴെയും വന്നു, ആക്ച്വൽ കേസ് ന്യൂമറേറ്ററിലും വന്നു. പക്ഷെ നമ്മൾ ടർബൈൻ എഴുതുന്ന സമയത്ത് ഐഡിയൽ കേസ് ന്യൂമറേറ്ററിലും ആക്ച്വൽ കേസ് ഡിനോമിനേറ്ററിലും എഴുതും. കാര്യം എന്താണ്? ടർബൈൻ നമുക്ക് വർക്ക് പ്രൊഡ്യൂസിങ് ആണ്, നമുക്ക് വർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ടർബൈനിൽ പോകുമ്പോൾ. സോ നമുക്ക് എത്രത്തോളം വർക്ക് ആക്ച്വലി വേണമോ അതിനേക്കാൾ കുറവായിരിക്കും നമുക്ക് ഐഡിയൽ കേസിൽ എത്ര കിട്ടുന്നോ അതിനേക്കാൾ കുറവായിരിക്കും ആക്ച്വൽ കേസിൽ കിട്ടുക. നമ്മൾ കംപ്രസറിലാണെങ്കിൽ ഐഡിയലിൽ എത്ര കിട്ടുന്നോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ വർക്ക് കൊടുക്കണം. സോ ഐഡിയൽ ആണ് ടോപ്പിൽ വന്നത്. ഈ പെർട്ടിക്കുലർ കേസിൽ
ഐഡിയൽ അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് ഡിനോമിനേറ്ററിലായിരിക്കും വരിക. സോ ആക്ച്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ഐസെൻട്രോപിക് ടെമ്പറേച്ചർ ഡിഫറൻസ്. So our relations becomes, sorry, equation change under least by, okay, 7 star and least T6 minus T7 star divided by T6 minus T7. Sorry. Okay, actual temperature difference on T6 T7 star, isentropic 6 7. So while finding out what we can obtain T7 star, എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. T7 സ്റ്റാർ സെയിം ആണോ, കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോപ്പർ ആണ് ഞാൻ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, T6 T7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് T7 സ്റ്റാർ ചെക്ക് ചെയ്യുക. 223 ആണോ കിട്ടുന്നതെന്നുള്ളൂ. ഓക്കെ, 223 ആകാനാണ് സാധ്യത, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ till now we have found all the temperatures and pressure at every salient points: 1 2 2 star, 3 3 star, 4 5 5 star, 6 6 star, 7 7 star, 8 എല്ലാ പോയിന്റും നമുക്ക് കണ്ടുപിടിച്ച് കഴിയും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് എയർ ബ്ലഡ് ഫ്രം കംപ്രസർ. നമ്മുടെ എത്രത്തോളം മാസ് ഓഫ് എയർ നമ്മുടെ ഹോൾ സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ആകുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമുക്ക് എന്ത് തന്നേക്കുന്നത്, നമ്മുടെ റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് തന്നേക്കുന്നത്. നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ, എയർക്രാഫ്റ്റിൻ്റെ അകത്ത് ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഓറഞ്ച് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുക. 7 സ്റ്റാർ തൊട്ട് 8 വരെയാണ് നമ്മുടെ ഹീറ്റ് അബ്സോർപ്ഷൻ കാണിക്കുക. അത് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുക. കാര്യം ക്വസ്റ്റ്യനിൽ 15 TR കപ്പാസിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഈ 15 TR അബ്സോർബ് ചെയ്യുന്നത് എവിടെയായിരിക്കും, 7 സ്റ്റാർ തൊട്ട് 8 വരെ ആയിരിക്കും. അതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. സോ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, mCp ΔT. mCp ΔT. ഈ mCp ΔT തന്നെയാണ് എന്ത്, നമ്മുടെ 15 TR കപ്പാസിറ്റി. 15 TRനെ കിലോ വാട്ട് ആക്കണം, കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, വിൽ മൾട്ടിപ്ലൈ ബൈ 3.9. സോ 15 ഇൻറ്റു 3.9 58.5 കിലോ വാട്ട് അല്ലെങ്കിൽ 58.5 കിലോ ജൂൾസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. സോ അതിനാണ് നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം, നമ്മുടെ റെഫ്രിജറേഷൻ നടക്കുന്ന 7 സ്റ്റാർ ടു 8 പോയിന്റിൽ mCp ΔTയോട് ഇക്വേറ്റ് ചെയ്യാം. സോ mCp T8 minus T7 star. Why we use T8 and T7 star? Because our refrigeration is happening from 7 star to 8. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്തത്. സോ വി ഫൗണ്ട് ഔട്ട് എമ്മിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡിൽ വരും. കാര്യം എന്താണ്, നമ്മുടെ 58.5 കിലോ വാട്ടാണ് കൺവേർട്ട് ചെയ്തത്. നമ്മൾ 15 TRനെ നമ്മൾ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒരു കിലോ വാട്ട് യൂണിറ്റ് കിലോ ജൂൾസ് പെർ സെക്കൻഡിനോട് ഈക്വലൻ്റ് ആണ്. സോ 58.5 കിലോ ജൂൾ പെർ സെക്കൻഡ് വന്നു. സോ എമ്മിൻ്റെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കിലോഗ്രാം പെർ സെക്കൻഡിൽ കിട്ടും. അതിനെ കിലോഗ്രാം പെർ മിനിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, വിൽ മൾട്ടിപ്ലൈ ബൈ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50.1 കിലോഗ്രാം പെർ മിനിറ്റ് എന്ന് ആയി കിട്ടും. സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ റിക്വയർഡ് ടു റൺ ദ സിസ്റ്റം. ഈ പവർ റിക്വയർഡ് റൺ സിസ്റ്റം ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വൈ, നമുക്ക് പവർ റിക്വയർഡ് കാണണമെങ്കിൽ കംപ്രസറിലാണ് പവർ നമ്മൾ അകത്തേക്ക് കൊടുക്കുക. ടർബൈനിൻ്റെ പവർ വിൽ ഒബ്റ്റെയിൻ, ബട്ട് കംപ്രസറിൽ പവർ വി ഹാവ് ടു ഗിവ്. നമ്മൾ പവർ കൊടുക്കുക എവിടെയായിരിക്കും, നമുക്ക് രണ്ട് കംപ്രസറുണ്ട്. 2 to 3 എന്നുള്ള കംപ്രസറുണ്ട്, 4 to
5 എന്നുള്ള കംപ്രസറും ഉണ്ട്. ബട്ട് വി ഓൾറെഡി നോ 4 to 5 എന്നുള്ള കംപ്രസർ റൺ ചെയ്യുന്നത് നമ്മുടെ ടർബൈൻ തന്നെയാണ്. നമ്മുടെ ഫിഗർ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അവിടെ നമുക്കൊരു കൂളിംഗ് ടർബൈൻ ഉണ്ട്. ആ കൂളിംഗ് ടർബൈനാണ് നമ്മുടെ ഓക്സിലറി കംപ്രസറിനെ റൺ ചെയ്യുക. നമുക്ക് ആക്ച്വലി റൺ ചെയ്യേണ്ട കംപ്രസർ ഏതാണ്? നമുക്ക് 2 to 3 എന്നുള്ള കംപ്രസറാണ് ശരിക്കും എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യേണ്ടത്. അല്ലാണ്ട് 4 to 5 എന്നുള്ളത് നമുക്ക് എക്സ്റ്റേണൽ പവർ ഉപയോഗിക്കേണ്ടാത്ത കംപ്രസറാണ്. സോ നമ്മുടെ പവർ കാണണമെങ്കിൽ ഏത് ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക? T3 സ്റ്റാറും T2. ഐസെൻട്രോപിക് എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ആക്ച്വൽ സൈക്കിൾ എടുക്കണം. 2 to 3 സ്റ്റാർ നമുക്ക് എടുക്കണം. സോ വെൻ വി യൂസ്ഡ് 2 to 3 സ്റ്റാർ. സോ പവർ റിക്വയർഡിന് എം ഡോട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പവർ എന്ന് വെച്ചാൽ MCP T3 സ്റ്റാർ മൈനസ് T2. CP എന്ന് വെച്ചാൽ എയറിൻ്റെ CP. എം ഡോട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പവർ വാട്ടിൽ വേണമെങ്കിൽ എം ഡോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഏതിലായിരിക്കണം? കിലോഗ്രാം പെർ സെക്കൻഡ് ആയിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എം ഡോട്ട് കിലോഗ്രാം പെർ സെക്കൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പവർ കിലോ ജൂൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോ വാട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. എം ഡോട്ടിനെ കിലോഗ്രാം പെർ മിനിറ്റിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഹോൾ ഡിവൈഡ് ബൈ 60 കൂടി ചെയ്യണം. അതായത് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. സോ എം ഡോട്ട് CP ഇൻറ്റു T3 സ്റ്റാർ മൈനസ് T2 അത്രയും ചെയ്യുമ്പോൾ എം ഡോട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 0.83, CP 1 ആണെന്ന് വന്നിട്ടുണ്ട്. സോ T3 സ്റ്റാർ വി ഫൗണ്ട് ഔട്ട് ആൻഡ് T2 വി ഫൗണ്ട് ഔട്ട്. സോ വി ഗെറ്റ് 117.94 കിലോവാട്ട്. അതാണ് നമ്മുടെ പവർ റിക്വയർഡ് ടു റൺ ദ സിസ്റ്റം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അത് ഓക്സിലറി കംപ്രസർ കൺസിഡർ ചെയ്യാണ്ടിരുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓക്സിലറി കംപ്രസർ റൺ ചെയ്യുന്നത് നമ്മുടെ കൂളിംഗ് ടർബൈൻ തന്നെയാണ്. സോ വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദാറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ പവർ റിക്വയർഡ് ടു റൺ ദ ഹോൾ സിസ്റ്റം. ഓക്കെ, ആകെ പ്രൈമറി അല്ലെങ്കിൽ മെയിൻ കംപ്രസർ റൺ ചെയ്യാനുള്ളത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട COP ഇക്വേഷൻ നമുക്കറിയാം. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി ബൈ പവർ ഇൻപുട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് ക്വസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹൗ മച്ച്? 15 TR. 15 TRനെ കിലോ വാട്ട് ആക്കാൻ ഇൻറ്റു 3.9. സോ 15 ഇൻറ്റു 3.9. പവർ ഇൻപുട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 117.94. സോ 15 into 3.9 divided by 117.94 which will come around 0.49. So അങ്ങനെ നമുക്ക് COP കണ്ടുപിടിക്കാം. സോ ഏതൊരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പോലും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എല്ലാ സാലിയൻറ്റ് പോയിന്റ്സിലെയും ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. എല്ലാ കേസിലും നമുക്ക് കപ്പാസിറ്റി ആയിരിക്കും മോസ്റ്റ്ലി തന്നിട്ടുണ്ടാവുക. ആ കപ്പാസിറ്റിയെ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് ഏത് ടെമ്പറേച്ചേഴ്സുമായിട്ടായിരിക്കും? Every time the capacity should be equated with നമ്മുടെ 7 star to 8. നമ്മുടെ ഈ ഒരു പോർഷൻ അവിടെയാണ് റെഫ്രിജറേഷൻ നടക്കുക. സോ 7 സ്റ്റാറിനും 8നും വെച്ചിട്ടായിരിക്കും നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഈ ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് 7 സ്റ്റാറും 8ഉം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. പക്ഷേ 7 സ്റ്റാർ 8 നമുക്ക് ഒരിക്കലും തരുന്നുണ്ടാവുകയില്ല. പകരം 1, 2 ഒക്കെ ആയിരിക്കും തരിക. സോ we have to start from 1, reach 2, 3 star, 4, 5 star, 6, 7 and 7 star. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ലെങ്തി പ്രൊസീജിയറാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. COP നമുക്കറിയാം. COP will be always ഈ ഓറഞ്ച് ലൈൻ ഡിവൈഡ് ബൈ ദിസ് റെഡ് ലൈൻ. ഈ റെഡ് ലൈൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ദിസ് ഈസ് റൺ ബൈ അവർ ടർബൈൻ. നമ്മൾ എക്സ്ട്രാ പവർ പുറത്തുനിന്ന് എടുക്കുന്നില്ല. പുറത്തുനിന്ന് പവർ എടുക്കുന്ന 2 to 3 റൺ ചെയ്യാൻ മാത്രമാണ്. സോ വി ഹാവ് ടു കൺസിഡർ ഓൺലി 2 to 3 ഫോർ പവർ ഇൻപുട്ട്. അപ്പോൾ COP കണ്ടുപിടിക്കാൻ 7 star to 8 ഡിവൈഡ് ബൈ 2 to 3 star. പിന്നീട് കണ്ടുപിടിക്കേണ്ടത് പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ്. നമ്മുടെ 2 to 3 സ്റ്റാറിലാണ് പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ്. മാസ് ഓഫ് ദ എയർ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. COP കണ്ടുപിടിക്കാൻ 7 star to 8 ബൈ 2 to 3 star. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ബൂട്ട്സ്ട്രാപ്പ് വിതൗട്ട് ഇവാപറേറ്റീവ് കൂളിംഗ്. ഇനി വിത്ത് ഇവാപറേറ്റീവ് കൂളിംഗ് വരുമ്പോൾ അഗൈൻ നമുക്ക് ഓൾറെഡി അറിയാം 6ൽ നിന്നും 7ലേക്ക് പോകും, പിന്നീട് താഴേക്ക് വരും. അതിൻ്റെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യുക. എനിക്ക് കിട്ടുകയാണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് വരിക. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലപോലെ ശ്രദ്ധിച്ച്
മനസ്സിലാക്കുക. താങ്ക് യു.